റെഡി അല്ലേ? ഓണസദ്യക്ക് ഒക്കെ വിളമ്പി കഴിഞ്ഞു. അപ്പോഴാണ് ഈ മുണ്ട് ഏറ്റവും മുണ്ട് അഴിഞ്ഞു. അമ്മ ഉണ്ടാക്കുന്ന ചെറുപയർ പായസം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ. ഹായ്. ഓണം മധുരമായ ഒരുപാട് ഓർമ്മകളാൽ സമൃദ്ധമായ ഒരു ആഘോഷക്കാലം. ഓണം എന്നാൽ എപ്പോഴും ബാല്യകാല ഓണം തന്നെ ഏറ്റവും പ്രിയങ്കരം. കള്ളവുമില്ല, ചതിയുമില്ല. അതെ, അതൊന്നുമില്ലാതെ നിഷ്കളങ്കമായി പൂക്കൂട്ടകളുമായി പൂ പറിക്കാൻ ഓടി നടന്ന ആ ബാല്യം. വീട്ടുമുറ്റത്തെ പൂത്തറയും നാടൻ പൂക്കളും ഇന്നും മനസ്സിൽ വർണ്ണങ്ങൾ വാരി വിതറി തിളങ്ങി നിൽക്കുന്നു. നിപ്പ, പ്രളയം, ഇപ്പതേ കൊറോണ. മനസംതൃപ്തിയോടെ ഒരു ഓണാഘോഷം. കുറച്ച് വർഷങ്ങളായില്ലേ. എന്തൊക്കെ കഷ്ടങ്ങളാണെങ്കിലും ഓണം എന്ന് കേട്ടാൽ മനസ്സിലേക്ക് അറിയാതൊരു കുളിർമ ഒഴുകിയെത്തും. ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തും. കുറച്ച് ഓണക്കാല ഓർമ്മകൾ പങ്കുവെക്കാൻ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ, ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ, ഞങ്ങൾ പാപ്പൻ എന്ന് വിളിക്കുന്ന മോഹനൻ മാസ്റ്റർ. അപ്പോൾ നമുക്ക് പാപ്പനെ സ്വാഗതം ചെയ്യാം. പാപ്പ, JNP ബഡീസിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാപ്പ, ഇനി ഓണനാളുകളല്ലേ? ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഏതുവരെയായി? ഓണത്തിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 2-3 ദിവസമൊക്കെ മതിയല്ലോ ഓണത്തിന് പ്രിപ്പയർ ചെയ്യാൻ. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ലല്ലോ ഇപ്പോഴത്തെ ഓണത്തിന്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറേ കാലം പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു. അതിനൊന്നും ആവശ്യമില്ല. ഓണത്തിന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ പാപ്പന്? പണ്ടത്തെ ഓർമ്മകൾ. ഓണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല നല്ല ഓർമ്മകളുണ്ട്, മോശപ്പെട്ട ഓർമ്മകളുണ്ട്, മനസ്സ് തങ്ങി നിൽക്കുന്ന കുറേ ഓർമ്മകളുണ്ട്. പാപ്പന്റെ ആദ്യകാല ഓണവും ഇപ്പത്തെ ഓണവും തമ്മിൽ കുറെ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു അത്? കുട്ടിക്കാല ഓർമ്മകൾ എന്ന് പറയുമ്പം അതിനെ 2 ഭാഗമാക്കി തിരിക്കണം. ഒരു 5ാം ക്ലാസ് വരെ പഠിക്കുന്ന ആ കാലം വരെ ഞങ്ങൾ വയനാട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ആദ്യകാല ഓർമ്മകളൊക്കെ വയനാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ്. അറിയാലോ, ഇവിടുത്തെ മാതിരിയൊന്നുമല്ല. നല്ല മഴ, എപ്പോഴും തണുപ്പും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അന്നത്തെ പിന്നെ കഷ്ടപ്പാടുകളാണ് അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ ഓണത്തെ പറ്റി അത്ര നല്ല ഒരു ഭംഗിയുള്ള ഓർമ്മകളും നല്ല മനസ്സിലുണ്ടാവുക. ആ ഓണം വരാൻ വേണ്ടി കാത്തിരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനസ്സിൽ പോകുന്നത്. ഓണത്തിൻ്റെ ആ സമയമായിരിക്കും ഏറ്റവും കുറച്ചും കൂടി ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുന്ന ഓണം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഓണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ ഓർമ്മകളൊക്കെയാണോ പാപ്പ? അല്ല, ഓണത്തിൻ്റെ ഓർമ്മകൾ കഷ്ടപ്പാടല്ല. ആ കഷ്ടപ്പാടുള്ള കാലഘട്ടത്തിൽ നിന്ന് ഓണം വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാണ് ആ കാലഘട്ടമായിരുന്നു കഷ്ടപ്പാട്. അപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടി, ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും, വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. പാപ്പ നേരത്തെ പറഞ്ഞില്ലേ 2 ഘട്ടം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഏതാ? രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് നമ്മളിപ്പം ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ്. അതൊരു 72 കാലഘട്ടത്തിലാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പം നമ്മൾ കുറച്ചുകൂടെ ഒക്കെ വലുതായി, കുട്ടികൾ കൂട്ടുകാരായി. അപ്പോൾ കുട്ടികളായിട്ടുള്ള കളികൾ, ഓണക്കളികൾ, പൂപ്പ് പറിക്കാൻ പോകുമ്പോഴുള്ള സന്തോഷങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആയപ്പം അത് കുറച്ചുകൂടെ പൊലിമ കൂടി. ഞങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ജനറേഷൻ്റെ ഓണം ആഘോഷിച്ചു വന്ന ആൾക്കാരല്ലേ. അപ്പോൾ പാപ്പന് പണ്ടത്തെ ഓണം ഇന്നത്തെ ഓണം തമ്മിൽ വ്യത്യാസം അല്ലേ? വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? പണ്ടത്തെ ഓണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു മാസം മുമ്പേ, ഒരു മാസമല്ലല്ലോ, 1-1.5 മാസം മുമ്പേ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. വീടുകളിലാണെങ്കിൽ ഒക്കെ അടിച്ചു വെച്ച് വൃത്തിയാക്കലും, പിന്നെ ഭക്ഷണം ശേഖരിച്ച് വെക്കൽ. ഉദാഹരണം നെല്ലൊക്കെ, അരിയൊക്കെ നമ്മൾ പറമ്പിലുണ്ടാക്കുന്ന നെല്ല്, കരനെല്ല് എന്ന് പറയും. ഈ കരനെല്ലൊക്കെ കൊയ്യാറായിട്ടുണ്ടാകും. കർക്കിടക മാസത്തിലാണ് ഏതാണ് മൂത്ത് വരിക. അത് കൊയ്ത് കൊണ്ടുവരും. ശരിക്കും മൂക്കുന്നതിന് മുമ്പ് തന്നെ, ഓണം അടുക്കുകയാണെങ്കിൽ ശരിക്കും മൂക്കുന്നതിന് മുമ്പ് തന്നെ കൊയ്ത് കൊണ്ടുവന്നിട്ട് അതിനെ മെതിച്ച് നെല്ലാക്കി അത് സൂക്ഷിച്ച് വെക്കണം. ഓണസദ്യക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടാവും. അത് മട്ടൻ, വെള്ളരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശേഖരിച്ച് വെക്കണം. അതിലേക്ക് ഓണത്തിലേക്ക് വേണ്ടി മാത്രമല്ല മാറ്റി വെക്കണം. പിന്നെ പൂ പറിക്കാൻ വേണ്ടി പൂക്കൊട്ടകൾ ഉണ്ടാക്കും. അന്ന് അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മയുടെ കാലത്ത് അമ്മമ്മ പൂക്കൊട്ടയൊക്കെ ഉണ്ടാക്കി തരും. ആ പൂക്കൊട്ടകൾ റെഡിയാക്കി വെക്കുക. അങ്ങനെ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓണാഘോഷം തന്നെയാണ്. ഇന്നിപ്പോൾ ഓണത്തിന് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് എല്ലാ സാധനങ്ങൾക്കും റെഡിമെയ്ഡ് കിട്ടും. അപ്പോൾ ഒരു 2-3 ദിവസം മുമ്പേ നോക്കിയാൽ തന്നെ ഓണാഘോഷം റെഡി. ഓണസദ്യയെ പറ്റിയിട്ടൊന്ന് പറയൂ പാപ്പ. രുചികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഓണസദ്യയിൽ രുചി വ്യത്യാസം വളരെയധികം വന്നിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓണസദ്യക്ക് അന്ന് സാമ്പാർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓണത്തിന് മാത്രം കിട്ടുന്ന സംഭവമാണ്. നമ്മൾ ഇന്നാണ് സാമ്പാർ എല്ലാ ദിവസവും വീട്ടിലുണ്ടാവും. പിന്നെ
പപ്പടമൊക്കെ പപ്പടം, ഉണക്കമീൻ ഇതൊക്കെയാണ് അന്നത്തെ ഓണത്തിൻ്റെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഞങ്ങളൊക്കെ ഓണസദ്യ എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. വലിയൊരു ഇല വെട്ടുക, ആ ഒരു ഇല വെട്ടിയിട്ട് ഒന്നിച്ച് അച്ഛനും മക്കളും 5-6 മക്കളും 8 മക്കളാണല്ലോ, 8 മക്കളും പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒരേ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. വലിയൊരു ഇലയായിരിക്കും, അതിൽ ചോറ് ഇങ്ങനെ കുന്നോടെ കൂട്ടിയിട്ടുണ്ടാവും. അതിന്ന് എല്ലാവരും കൂടെ വട്ടത്തിരുന്നിട്ട്, ഡൈനിങ് ടേബിളൊന്നും ഇല്ലല്ലോ അന്ന്, നിലത്ത് പായൊക്കെ വിരിച്ചിട്ട് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഭയങ്കര അനുഭവമാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിക്കായിട്ട് തോന്നുന്ന, ഇന്നത്തെ തലമുറയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ്. ഓണക്കാല യാത്രാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പാപ്പ? ഓണക്കാല യാത്രകൾ എന്ന് പറഞ്ഞാൽ യാത്രകളേ അന്നില്ല. ആകെ പോകുന്നത് ബന്ധുക്കളെയും കുടുംബക്കാരുടെയൊക്കെ വീടുകളിലേക്കൊന്ന് പോകുന്ന, അത് ഓണത്തിനോടനുബന്ധിച്ച് ഓണത്തിന് അന്ന് എന്തായാലും പോയിരിക്കും. അടുത്ത എല്ലാവരും കൂടെ കൂടിച്ചേരുന്ന അത്രേ യാത്രകളില്ല. പൂ പറിക്കാൻ പോകുമ്പോഴുള്ള യാത്ര, അതല്ലാതെ മറ്റൊരു യാത്രകളൊന്നും അന്ന് അക്കാലത്ത് ഇല്ല. ഞങ്ങളെ ആ സമൂഹത്തിലുള്ള ഇടനിലക്കാരെ കൂട്ടത്തിൽ അങ്ങനത്തെ യാത്രകൾക്ക് പതിവേ ഇല്ല. പണ്ട് ഇന്നത്തെ പോലെ ഫ്ലവർ സ്റ്റോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം എങ്ങനെയാ അന്നൊക്കെ പൂക്കളൊക്കെ എങ്ങനെയാ പാപ്പനൊക്കെ ഒരുക്കിയിരുന്നത്? പൂക്കൾ എന്ന് പറഞ്ഞാൽ പൂക്കൾ തേടി പോവല് തന്നെയാണ്. കുട്ടികളൊന്ന് കുറേ ഉണ്ടാവും, അടുത്ത വീടുകളിലെ കുട്ടികളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവർ പൂക്കൊട്ടകളൊക്കെ തൂക്കി ഇങ്ങനെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പൂക്കൊട്ടുള്ളവരുണ്ടാവും. പിന്നെ ഈ വെളിച്ചെമ്മിൻ്റെ ഇല, പിന്നെ മത്തൻ്റെ ഇല, വട്ടയില, അതൊക്കെ കുമ്പിൾ കുത്തിയിട്ട് ആ കുമ്പിളിലൊക്കെ പൂ നിറച്ചിട്ടാണ് വരിക. അത് ഉച്ച കഴിഞ്ഞാൽ പൂ പറിക്കാൻ പോകും. ഉച്ച കഴിഞ്ഞ് പോയിട്ട് വൈകുന്നേരം വരെ പറിക്കും. പിന്നെ രാവിലെ തുമ്പപ്പൂവൊക്കെ പറിക്കാൻ രാവിലെ പോയിട്ട് തുമ്പപ്പൂ പറിക്കും വരും. അങ്ങനെ നാട്ടിൽ കിട്ടുന്ന പൂക്കളെ കൊണ്ടായിരുന്നു അന്നത്തെ പൂക്കളങ്ങൾ മുഴുവൻ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയിട്ട് പൂക്കൾ വാങ്ങിയിട്ടുണ്ടെന്ന് പൂക്കളിടാം. അതാണ് ഇന്നത്തെ പൂക്കളത്തിൻ്റെ പ്രത്യേകത. അന്നത്തെ ഇന്നത്തെ പൂക്കളങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പാപ്പന് തോന്നിയിട്ടുള്ളത്? പൂക്കളങ്ങളിലെ വ്യത്യാസം, പൂ തറയിൽ തുടങ്ങും. ഇന്ന് നമുക്ക് തറകളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. പക്ഷേ അവിടെ അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളുടെ മുറ്റത്തും മണ്ണ് കൊണ്ട് തറകളുണ്ടാക്കും, പൂത്തറകളുണ്ടാക്കും. ആ തറകൾ ചാണകം മെഴുകി കരിയൊക്കെ കൂട്ടി നന്നായി മെഴുകി തേച്ച് വൃത്തിയാക്കി വയ്ക്കും. എന്നും രാവിലെ വെച്ചിരിക്കും. പിന്നെ മഴയുള്ള സമയമായിരിക്കും അധികം ഉണ്ടാവുക. അപ്പം അതിന് പന്തലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു കുടയെങ്കിലും കുത്തി കൊടുത്തിട്ടുണ്ടാവും കേടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് പൂക്കളത്തിൻ്റെ. പിന്നെ പൂക്കളാണെങ്കിൽ ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടൊരു പൂക്കൾ അതിൻ്റെ കൂടെ ഇലകൾ, കായകളൊക്കെ ചേർത്തിട്ടാണ് പൂക്കളങ്ങൾ. അന്ന് വെറും പൂവ് തന്നെയാണ്, പൂവ് മാത്രമേ ഉള്ളൂ. പൂക്കളം എന്ന് പറഞ്ഞാൽ പൂവ് തന്നെയുള്ള കളായിരുന്നു. ഇപ്പം മത്സരങ്ങളൊക്കെ തുടങ്ങിയപ്പം ആ രീതിയൊക്കെ മാറി ഇലകളും കായകളും ഒക്കെ നമ്മൾ പൂക്കളത്തിൽ സ്ഥാപിച്ചു. ഓണക്കളികളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ? ഓണക്കളികൾ എന്ന് പറഞ്ഞാൽ നാടൻ കളികളൊക്കെ തന്നെയുള്ളൂ. കുട്ടികളാകുമ്പം പന്ത് കളിയാണ് പ്രധാനമായിട്ട്. പിന്നെ ഗോലികളി, പിന്നെ കുട്ടിയും കോലും, അങ്ങനെയുള്ള ധാരാളം കളികൾ കുട്ടികൾക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ കളികളൊന്നും അറിയില്ല. കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമില്ല. ഒന്നാമത് മതിലുകളാണല്ലോ എല്ലാ വീടുകൾക്കും. അന്ന് മതിലുകളില്ല, തുറന്നു കിടക്കുന്ന സ്ഥലം. ഒരു വീടിന് ചുറ്റും തന്നെ കളിക്കാൻ മാത്രം സ്ഥലം കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇത്തരം പന്ത് കളികൾ ഒക്കെ സാധാരണ നാടൻ കളികളായിരുന്നു അന്നത്തെ പ്രധാന ഐറ്റം. നിപ്പ, പ്രളയത്തിന് ഇപ്പോൾ കൊറോണ, അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും അസ്വസ്ഥരാണ്. അപ്പോൾ പാപ്പൻ്റെ ഓണാഘോഷത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം ഓണം എന്ന് പറയുന്നത് ഒത്തൊരുമയുടെ ഉത്സവമാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് പ്രളയത്തിൻ്റെ കാലത്ത് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഓണം ആഘോഷിക്കാനുള്ള മാനസിക അവസ്ഥയിലായിരുന്നില്ല. എല്ലാവരും പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് പ്രയാസങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓണം ആഘോഷിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല. അതുകൊണ്ട് ആ ഓണം നമ്മൾ മാറ്റിവെച്ചു. ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കെട്ടകാലമൊക്കെ പോവും, നല്ല കാലം വരും. ആ കാലത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നല്ല പ്രതീക്ഷകളുമായി കാത്തിരിക്കുക. ഓണക്കോടികളൊക്കെ കിട്ടിയിട്ടുണ്ടോ പാപ്പനെ? ഓണക്കോടികൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഞങ്ങളൊരുവിധം വലുതായതിന് ശേഷമാണ് ഓണക്കോടിയെ പറ്റിയൊക്കെ നമുക്കൊരു കാര്യങ്ങളൊക്കെ വന്നത്. ആദ്യകാലത്ത് ഓണക്കോടി ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓണക്കോടിയൊന്നും നമുക്ക് ഉള്ള കാര്യങ്ങളേ അല്ലായിരുന്നു. അപ്പോൾ മാക്സിമം ഉണ്ടാവുക ഒരു തോർത്തുകൊണ്ടൊക്കെയാണ് കിട്ടുക. അതും ഈ തൃക്കാക്കരയപ്പൻ ഉണ്ടല്ലോ, തൃക്കാക്കരയപ്പനെ കോടി പുതപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അന്നേക്ക് ഒരു തോർത്തുകൊണ്ടൊക്കെയാണ് വാങ്ങുക പുതിയത്. ആ നൂലതിനെ ചുറ്റിയിട്ട് അതിനെടുത്ത് കിണറ്റിൽ കൊണ്ടിടുക. അതിന് വേണ്ടിയിട്ട് ഓണക്കോടി. അല്ലാതെ എല്ലാവർക്കും ഇന്നത്തെ പോലെ ഡ്രസ്സൊന്നും വാങ്ങുന്ന സ്വഭാവം രീതികളൊന്നും സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാവാറില്ല. ഓണക്കോടിയെ പറ്റി ചില വയനാട് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരാൻ തന്നെ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഓണക്കോടിയാണ്. അതായത് എൻ്റെ ഏട്ടന് ഒരു ഓണത്തിന് ഏട്ടന് ഒരു അച്ഛനൊരു ഓണക്കോടി വാങ്ങിക്കൊടുത്തു, ഒരു മുണ്ട്.
അപ്പോൾ ആ മുണ്ട് ആദ്യമായിട്ട് മുണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓണസദ്യ നടന്നുകൊണ്ടിരിക്കുക. ഓണസദ്യക്ക് ഒക്കെ വിളമ്പിക്കഴിഞ്ഞു. അപ്പോഴാണ് ഈ മുണ്ട് ഏട്ടൻ കൊടുത്ത മുണ്ട് അഴിഞ്ഞു പോയി. എത്രയായിട്ടും അത് ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങളുടെ പാപ്പന്മാർ 2 പേരുണ്ടായിരുന്നു. പാപ്പന്മാർ അവർ നല്ല സ്നേഹമുള്ള ആളുകളാട്ടോ, നന്നായിട്ട് വളരെ സ്നേഹമുള്ള ആളുകളായിരുന്നു. പക്ഷേ ചിലപ്പോൾ ലേശം വീശും. അങ്ങനെ ഈ സമയത്ത് ഭക്ഷണത്തിന് സമയമായപ്പോൾ ഈ മുണ്ടഴിഞ്ഞപ്പോൾ ചെറിയ പാപ്പൻ ദേഷ്യം വന്നു. എന്താടാ മുണ്ട് എടുത്ത് നന്നാവുന്നില്ലേ, നന്നായി ഉടുക്കുമെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചു. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തു, കരഞ്ഞുകൊണ്ട് എണീറ്റ് പോയപ്പോൾ അന്ന് അച്ഛൻ തീരുമാനിച്ച അവിടുന്ന് പോരണം, സ്വന്തമായിട്ട് പോരണം. അപ്പൊ പാപ്പ ഇനി റാപ്പിഡ് ഫയർ ആണ്, റെഡി അല്ലേ? എന്തെങ്കിലും മാവേലി വേഷം കെട്ടിയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും മാവേലി വേഷം കെട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ഓണത്തല്ലേ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാർ വെറുതെ വന്നിട്ട് ഒരു അടി അടിക്കും. എന്നിട്ട് പറയാം അത് ഓണത്തല്ല കേട്ടോ എന്ന് പറയും, ഓടും. അതാണ് ആ ഓണത്തല്ല. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊറേ. ഓണസദ്യയിലെ ഇഷ്ട വിഭവം? എല്ലാം ഇഷ്ടം തന്നെ. ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ? അവിയൽ. ഇഷ്ടപ്പെട്ട പായസം? അമ്മ ഉണ്ടാക്കുന്ന ചെറുപയർ പായസം. പൂക്കളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്? തുമ്പപ്പൂ തന്നെ. മാവേലി വേഷം കെട്ടാൻ തയ്യാറാണോ? ഈ ശരീരം സമ്മതിക്കൂല. ഓണത്തിനൊരു യാത്ര പോകാൻ പറ്റിയാൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം? കുട്ടിക്കാലം ചെലവഴിച്ച വയനാട് തന്നെ. ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ഓണാഘോഷം തന്നെയാണ് മിസ് ചെയ്യുന്നത്. ഈ വർഷം ഓണാഘോഷം ഇല്ലല്ലോ, കൊറോണ. അപ്പൊ പാപ്പന്റെ കൂടെയുള്ള ഇന്നത്തെ ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പാപ്പ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പാപ്പന്? എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇനിയും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സുമായി ഞങ്ങൾ JNP Buddies വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.